Make the ground shake. വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഗാരേജിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കുറച്ച് നാളായി. നമ്മൾ പുതിയ ഗാരേജിലേക്ക് നമ്മൾ മാറി. ഗാരേജ് നമുക്ക് പിന്നെ കാണിച്ചു തരാം. അതൊരു വ്യൂ വ്ളോഗായിട്ട് വേറൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ നമ്മളൊരു വണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യണ കുറച്ച് ഇപ്പോൾ ഈ വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയാണ്. പോളിഷ് ചെയ്യാനായിട്ട് മാറ്റ്, അതായത് ഡയറ്റിൻ്റെ പേപ്പർ ഇട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയ വണ്ടി ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ വ്ളോഗിലേക്ക് പോകാം. ഈ പ്രാവശ്യം നമ്മൾ ഇന്നോവ അടിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു കളറാണ് നമ്മൾ ഇന്നോവയ്ക്ക് അടിച്ചാണത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന വണ്ടി അത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പ്രൊജക്ട് ഹെഡ്ലൈറ്റും പിന്നെ ബാക്കിൽ LED ടൈൽ ലാമ്പുമാണ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മാതിരി ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു കളറാണ് നമ്മൾ യൂസ് ചെയ്താണത്. പിന്നെ അതിന് അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നാണത്. അതിൻ്റെ മിറർ നമ്മൾ സിംഗിൾ ലൈറ്റ് ടൈപ്പ് മിറർ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലൈറ്റ്, പിന്നെ ഹാൻഡിൽ ക്രോൺ ടൈപ്പ് ഹാൻഡിലാക്കി മാറ്റിയിട്ടുണ്ട്. വെതർ സ്ട്രിപ്പ് എല്ലാം പുതിയതാണ്. ഫെൻഡർ ലൈനിങ് പുതിയതാണ് യൂസ് ചെയ്തതാണത്. അതേപോലെ ബാക്കിൽ പോകുമ്പോൾ നമ്മൾക്ക് വൈപ്പറിൻ്റെ പോർഷൻ ടൈപ്പ് വൈപ്പറാണ് യൂസ് ചെയ്തത് ബാക്കിൽ. അതേപോലെ തന്നെ ടൈലൈറ്റ് LED ടൈപ്പ് ടൈലൈറ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇത്തരം സ്പോയിലർ നമ്മളുടെ ടൈപ്പ് 4 പറഞ്ഞ സ്പോയിലർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തത്. അതിപ്പോൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമ്മളത് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ് ചെയ്തിട്ടൊക്കെയാണ്. പോളിഷ് ഇപ്പോൾ നമ്മളെ ഹാൻഡിലിൻ്റെ അവിടെ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യും ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇവിടുത്തെയും വ്യത്യാസം കണ്ടോ. ഇത് മാറ്റായി കിടക്കുന്നു, ഹാൻഡിലിൻ്റെ ഭാഗം പോളിഷായി കിടക്കുന്നു. അതായത് ഇത്ര ഭാഗം നമുക്ക് കട്ട് ചെയ്തു ആദ്യം. എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് മെഷീൻ ഓടിച്ച് ഇത് ചെയ്തു ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റിലാണ് കിടക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ റബ്ബിംഗ് മാറ്റ്സും അതേപോലെ തന്നെ പോളിഷ് ഇട്ടിട്ട് പോളിഷ് ഫുള്ളായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ബാക്കിൽ കണ്ട ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെയും വരും. ബ്രേക്ക് വിട്ടാടോ ഡയലൈറ്റായിട്ട് അല്ല നമ്മുടെ പാർക്ക് ലൈറ്റായിട്ട് ഇങ്ങനെയും വർക്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഒരുപാട് ഫോൺ കോളുകൾ വരാറുണ്ട്. അതായത് ഇന്നോവ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നോവ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി അതുപോലെ തന്നെ എൻജിൻ, ഇത് രണ്ടും നമ്മൾ എന്തായാലും Type 4 ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. വണ്ടി പഴയതെടുത്തിട്ട് ഇതേപോലെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ബോഡി മെയിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബോഡി വീക്കാണെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം അതിൻ്റെ നോസിൽ കത്തിച്ച് അതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ഞാൻ. പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു 3 വർഷമൊക്കെ കൂടുമ്പോഴേക്കും അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ റിട്ടേൺ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ ബോഡി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ബോഡി, നല്ല കണ്ടീഷൻ, എല്ലാ ഡോറിൻ്റെയും അടിഭാഗത്ത് ശ്രദ്ധിക്കുക. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിപ്പോൾ വണ്ടികൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ പോലും അതുമ്പോൾ പണി ചെയ്യുന്നുണ്ട്, നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കയറുത്. നമ്മൾ മാക്സിമം പാച്ച് വർക്ക്, തുരുമ്പ് കാര്യങ്ങൾ ഇല്ലാത്ത വണ്ടികൾ തന്നെ നോക്കിയെടുക്കുക.
ഫ്രണ്ടിലെ ഇതാണ് അപ്പറാം എന്ന് പറയുന്ന സംഭവം. ഈ അപ്പറാം ശരിക്കും ഉള്ളിലേക്ക് പോയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫ്രണ്ടിലേക്ക് പണിതിട്ട വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ അപ്പറാമിനെ ഇപ്പോൾ പുറമേ നിന്ന് നമ്മൾ ഫിനിഷ് ആയാൽ പോലും ഈ അപ്പറാം തുരുമ്പും കാര്യങ്ങളും വന്ന് ഭാവിയിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളും വരാം. അതേപോലെ തന്നെ ഈ സൈഡുകൾ ഇവിടെ പണിതിട്ട് കുറേ വണ്ടികൾ നമ്മൾക്കിപ്പോൾ വർക്ക് ചെയ്യണ തന്നെ കുറേ വണ്ടികൾ ഈ ഭാഗത്ത് റൂഫിൻ്റെ ടോപ്പ് ഭാഗത്ത് തുരുമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അത് വേറെ ഒന്നും ഉണ്ടല്ല, വണ്ടി ഇടിച്ച് ഈ സാധനം വരുന്നുണ്ടാവുന്ന ഇവിടെ നോസിൽ കത്തിച്ച് പണിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ പ്രൈമറി ഒന്നും കറക്റ്റ് രീതിയിൽ അടിച്ചില്ലെങ്കിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ നമ്മൾ തുരുമ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി വാങ്ങാം. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ്ങിന് വരുന്ന കളർ എന്ന് പറയുന്നത് സിൽക്കി ഗോൾഡ് കളറാണ്. ഈ കളറല്ല, നമ്മളെ ഈ ഒരു കളറ്. ഇപ്പോൾ തന്നെ നമ്മളെ ഈ ഗ്യാരേജിൽ 3 സിൽക്കി ഗോൾഡ് വണ്ടികളെ പെയിൻറ്റ് ചെയ്തിട്ടാണിത്. ഞാനത് നിങ്ങൾക്ക് അകത്ത് പോയിട്ട് കാണിച്ചു തരാം. അതെ, ഇത് സിൽക്കി ഗോൾഡാണ് അടിച്ചിട്ടാണത്. അതുപോലെ തന്നെ ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് ഇത്. അതും സിൽക്കി ഗോൾഡ് തന്നെ അടിച്ചാണത്. അപ്പോൾ സിൽക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഫാമിലി യൂസ് വണ്ടി ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് പോണത് സിൽക്കി ഗോൾഡ് കളറാണ്. ഇപ്പോൾ ഈ 2 സിൽക്കി ഗോൾഡ് വണ്ടികളും സീറ്റ് വർക്കിൻ്റെ അതിനായിട്ട് സീറ്റ് വർക്ക് ഇവരുകൊണ്ട് പോയിരിക്കുകയാണ്. സീറ്റ് വർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്ടി ടൈപ്പിലുള്ള സീറ്റ് വർക്ക് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലോ അതേപോലെ തന്നെ ഉള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാർ ഗാരേജ് പുതിയ ഗാരേജിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യണില്ല. കാർ ഗാരേജിൻ്റെ ഉള്ളിലെ വീഡിയോ ഞാൻ കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഒന്ന് മാറിയതാണ്. അപ്പോൾ അത് കാരണം ഉള്ളിൽ ഏകദേശം വർക്ക് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് അതേപോലെ ബൂത്തൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഓഫീസൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെഞ്ചിരിപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ അത് നടത്തുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പുതിയ കാർ ഗാരേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയൊക്കെ കാർ ഗാരേജിൽ ഇപ്പോൾ പുതിയ ഗാരേജിലിട്ട് സെറ്റ് ചെയ്ത വണ്ടികളൊക്കെയാണ്. അപ്പോൾ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഏകദേശം 22 ഇന്നോവകൾ ഇപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പെട്ടെന്ന് ഗാരേജ് മാറേണ്ട കുറച്ച് ടൈമിങ് കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു നോർമലായിട്ട് പോകുന്നു. അപ്പോൾ കാർ ഗാരേജിൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, കാർ ഗാരേജിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.